അനിയ ഏട്ടാ അനിയ പറയൂ. കോപ്പിലെ വണ്ടി ഓടിച്ചോടിച്ച് മടുത്ത് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ? അതിനിപ്പോ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഒരു 40-50 ലക്ഷം. ഓ അത്ര ഉള്ളൂ. നിൽക്കട്ടെ ഒരു മിനിറ്റ്, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അവനെ ഈ വണ്ടി എടുക്കണം പറഞ്ഞാൽ നമുക്ക് 3 മാസം അടി ഉണ്ടാക്കണ്ടേ? 3 മാസോ? അത് കുഴപ്പമില്ല, നമുക്കെന്നാ തുടങ്ങാം. അച്ഛനോട് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു ഏട്ടാ. അനിയ ഏട്ടാ അനിയ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും, ഞാൻ ഒരു പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ ആ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും ഞാൻ അതിന് 10ൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഞാൻ അതിൽ നിന്ന് മോണിറ്റൈസേഷൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചാനൽ അന്ന് മോണിറ്റൈസ് ആയിരുന്നോ? സ്വാഭാവികമായിട്ടും നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ മാത്രം ചെറിയൊരു ക്ലാരിറ്റി കുറവാണ്. തെറ്റെന്ന് ഞാൻ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് മുന്നേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ ജസ്റ്റ് എൻ്റെ ഒരു ചോദ്യം നിർത്തിയിട്ട് പറയണമെന്ന് ഞാൻ പറയണില്ല, പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അല്ല, ഇവന്റെ ആഗ്രഹമല്ലായിരുന്നു. ഇവ ആദ്യം തൊട്ടേ പണ്ടേ പറയുന്നതാ ഫോർച്യൂണർ എടുക്കണം. എന്റെ ദേഹം പറയും. യെസ്, നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്ത് ഒരുവിധം എല്ലാവർക്കും നമ്മൾ നമ്മുടെ 100% ഒരു കാര്യത്തിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു സക്സസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ അടുത്തെങ്കിലും നമ്മൾ സക്സസിൻ്റെ അടുത്തെങ്കിലും നമ്മൾ എത്തും എന്നുള്ളതിന് വലിയൊരു എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രണവ് പ്രവീൺ അല്ലെങ്കിൽ പ്രവീൺ കൊച്ചു, ഇവരും ഇവരുടെ ഫോർച്യൂണറും ഇവരുടെ ഒന്നിക്കലും, പിന്നെ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ്. ആക്ച്വലി ഒരു ചാനലിൽ, ഒരു ട്രോൾ ചാനലിൽ, റോസ്റ്റിംഗ് ചാനലിൽ വന്നിട്ടുള്ള ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഷോർട്സിലൂടെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ചേട്ടാ അനിയ ചേട്ടാ നമുക്ക് ഫോർച്യൂണർ എടുക്കണ്ടേ, എങ്കിൽ അച്ഛനോടൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറയൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രത്യേകത ഞാൻ എല്ലാ ചാനലിലും പറയുന്നു, ഞാൻ അവരുടെ സ്ഥിരം ഒരു സബ്സ്ക്രൈബറായിരുന്നു ആണ്. പിന്നെ പണ്ട് മുതലേ കണ്ടിരുന്നു വീട്ടിലെല്ലാവരും. പിന്നെ അങ്ങനെ വീട്ടിൽ പ്രശ്നം വന്ന സമയത്ത് നമുക്കാണ് ആദ്യം മനസ്സിലായത്. അങ്ങനെയാണ് ആദ്യം കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്ത് ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്തിനാണ് ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എന്നെ സ്വയം അടിച്ച് ഏറിൽ കയറ്റുന്ന രീതിയിൽ ആയിരിക്കാം. ബട്ട് ഐ ഡോണ്ട് കെയർ. കാരണം വെച്ചാൽ ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ടുള്ള സംഗതികൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെനിക്ക് പിന്നെ ഒരു തംസപ്പ് തന്ന് ലൈക്ക് തന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെ മുന്നിലേക്കും ഞാൻ ഇതും കൂടി പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് തോന്നുന്ന സംഭവങ്ങൾ യാതൊരു ബയാസും പരിപാടിയും കാര്യങ്ങളും ഇല്ലാതെ അധികം ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാറുള്ളത്. തുടർന്നും അത് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു ടീമായിരുന്നു പ്രണവ് പ്രവീൺ. ഇവരുടെ വിഷയം ആണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക. ചാരിറ്റിക്കല്ല ആരും വീഡിയോ ചെയ്യുന്നത്, ഒരാളും വീഡിയോ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസ് ഉള്ളവർ മാത്രമല്ല, സാധാ ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും ചാരിറ്റിക്കല്ല ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഒരിക്കലും ഒരാളുടെയും അനുഗ്രഹത്തിനോ പ്രീതി പിടിച്ചു പറ്റാനോ വേണ്ടിയിട്ടല്ല ഒരാൾക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എതിർത്ത് സംസാരിക്കുന്നത് അവരുടെ പ്രാക്ക് വാങ്ങിക്കാനോ അല്ല. ഉണ്ടായിരിക്കും, പക്ഷേ ഈ അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ദീപ്തി സീതത്തോടിൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം വളരെ മനോവിഷമം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് അവരുടെ കാര്യത്തിൽ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്യാം. ഈ തൽക്കാലം ഇതിൽ പറയാനുള്ളത് പറയട്ടെ. ഞാൻ ഇതിലും കൂടി പറയട്ടെ. ഇവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്യും. പ്രണവ് പ്രവീണിൻ്റെ ഇഷ്യൂ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കും കാശ് കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കാശ് കിട്ടിയിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത്. കാണുന്ന ആൾക്കാരാണ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കാണുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ സെൻറ്റിമെൻ്റലി അവരുടെ പേഴ്സണലി സംഗതികൾ എടുക്കാതിരിക്കുക. കാരണം വെച്ചാൽ അൾട്ടിമേറ്റ്ലി അവർ ഇതേമാതിരി ഫോർച്യൂണറും പരിപാടിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ മുന്നോട്ട് പോകും. അൾട്ടിമേറ്റ്ലി വാട്ട് യു വിൽ ഗെറ്റ്, ദാറ്റ്സ് ദി ബേസിക് തിങ്. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചാനൽസ് കാണുന്നതെങ്കിൽ ദാറ്റ് ഇസ് ദി പോയിന്റ്. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഡെഫിനറ്റ്ലി കണ്ടുകൊണ്ടിരിക്കുക. കാരണം മനസ്സിലെടുത്ത് അയ്യോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും പറഞ്ഞതൊക്കെ അവർക്ക് മോശം വരുന്ന സമയത്ത് കമൻറ്റ് ഇട്ടിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കേസും കാര്യങ്ങളും അവർ കൊടുത്തിട്ട് ജയിലിൽ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. നന്മ കുറേ വിളമ്പിയിട്ട് അവർ ഹാർട്ട് ഇട്ട് തന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് നടക്കാതിരിക്കുക. ഇത് രണ്ടും കൂടി ഒരു ഇക്വിലിബ്രിയത്തിൽ പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചത്. ഇതെന്താ പറയാൻ കാരണം അറിയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രണവ് പ്രവീണിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കറിയാം, എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരൊരു ഈ പ്രവീണും മൃദുലയും കൂടി ഒരു Q&A സെഷൻ വെച്ചു. ആ സെഷനിൽ ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഒരുമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് പോയി മീറ്റ് ചെയ്യുന്ന വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം വെച്ചാൽ ഐ വാസ് ലിറ്ററലി വെരി ഹാപ്പി ദാറ്റ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ലട്ടോ, അവരെ സംബന്ധിച്ച് വളരെ ഫോർച്ചുനേറ്റ്. പക്ഷേ ഞാൻ എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്നിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടേക്ക് ഭാര്യയായിട്ടുള്ള മൃദുലയും കുട്ടിയും കൊണ്ടുപോയിട്ട് അവരെ കാണിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ്. എൻ്റെ പേഴ്സണൽ മേ ബി ഇറ്റ് വിൽ ഹേർട്ട് ദീസ് പീപ്പിൾ, അവരങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു തോന്നൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടത് പ്രകാരം എൻ്റെ ഒരു തോന്നലും പ്ലസ്
ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ട്രോൾ ഉണ്ടല്ലോ, ആ ട്രോളിൻ്റെ ഭാഗം, പിന്നെ അതിനുശേഷം കൊച്ചു വന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഇതിനൊക്കെ ഇടയിൽ കൂടി ഈ ചങ്ങാതി പ്രവീൺ വീട്ടിലേക്ക് പോയത് സ്വന്തം കുട്ടിയെയും മൃദുലയും കൊണ്ടല്ല, ഒരുപക്ഷെ ചിലപ്പോൾ അവർ തമ്മിൽ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും മൃദുല ഇതുവരെ ശരിയാവാത്തത് കൊണ്ടും അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമോ എന്നറിയില്ല കുട്ടിയെ കൊണ്ടുപോയിട്ട് കാണിക്കാത്തത്. അതല്ലെങ്കിൽ വേറൊരു പോസിബിൾ റീസൺസ് ഉണ്ടായിരിക്കാം. ഒരുപാട് പേര് ഇതൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് ഒരു ബിസിനസ് ആയിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളായിരുന്നു. ഇനി ഒരു ബിസിനസ്സിൻ്റെ, ഇനി ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടുന്ന് ഇന്ന് എന്തോ എനിക്ക് ചെറിയൊരു ഫീലിംഗ് തോന്നി. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഈ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ചങ്ങായി അവിടേക്ക് കുട്ടീനെയും വൈഫിനെയും കൊണ്ടുപോവുക, അതല്ല അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് അയാളുടെ ഫോർച്യൂണർ കൊണ്ടുപോയി കാണിക്കുക. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. അയാൾ അച്ചീവ്മെൻറ്റ് അച്ഛനെയും അമ്മേനെയും കാണിക്കണം. അച്ഛനെയും അമ്മേനെയും കാണിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ? അച്ഛനും അമ്മയ്ക്കും സഹോദരൻ, നമ്മളെ കൂടെ പറപ്പിനല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത്. പക്ഷേ എന്തോ എവിടേക്കോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ചെറിയൊരു തോന്നലുകളും പിന്നെ സംഗതികളും കണ്ടുകൊണ്ട് മാത്രം. പിന്നെ ഒന്ന് രണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഫസ്റ്റ് കൊച്ചുവിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടോ? കൊച്ചിൻ്റെ വോയിസ് ക്ലിപ്പിൽ കൊച്ചു പറയുന്നുണ്ടല്ലോ, ഞാൻ അതൊന്നും ഒരു പൈസ പോലും ഞാൻ മോണിറ്റൈസേഷൻ എടുത്തിട്ടില്ല എന്ന്. ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കത്തിയൊരു കാര്യമാണ്. ഇന്ന് ഒരു ട്രോൾ റോസ്റ്റിംഗ് പേജിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആ റോസ്റ്റിംഗ് പേജിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കേൾക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അച്ഛാ ഏട്ടാ, ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ, ഏട്ടാ അനിയ നമുക്ക് ഫോർച്യൂണർ വാങ്ങണ്ടേ, എങ്കിൽ അച്ഛനോട് സ്ക്രിപ്റ്റ് എഴുതാൻ പറയൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരാൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ച് കണ്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിരുന്നു. കാരണം വെച്ചാൽ ഇവൻ പറയുന്നുണ്ട്, എന്താ പറയുക, കൊച്ചു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആ വീഡിയോ, അതായത് അവരൊരു വീഡിയോ ഇട്ടിരുന്നു, അച്ഛനും അമ്മയും കൊച്ചും കൂടി ഇന്ന് സംസാരിക്കുന്ന വീഡിയോ. ഈ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കയറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ അവരത് ഒഴിവാക്കി. അന്ന് ഞാൻ ചെയ്തൊരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ വെക്കട്ടെ. അത് അന്നത്തെ വീഡിയോ ആണ്, എൻ്റെ വീഡിയോ തന്നെ. ടീസർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, രാവിലെ നോക്കുന്ന സമയത്ത് പ്രണവിൻ്റെയും ഞാനിപ്പോൾ കുറച്ച് മുന്നേ കണ്ടത്, പ്രണവിൻ്റെയും പ്രവീൺ കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് യൂട്യൂബ് ചാനലിനും 2 വീഡിയോസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ട് ഈ 2 വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് കൊച്ചുവിന് അന്ന് 360K സബ്സ്ക്രൈബേഴ്സ് ഉള്ള കൊച്ചുവിൻ്റെ ചാനലിൽ ഒരൊറ്റ വീഡിയോ പോലും ഇല്ല. അതായത് ഷോർട്സിൻ്റെ ടാബ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഷോർട്സിൻ്റെ ടാബ് മാത്രമേ ഉള്ളൂ കൊച്ചുവിൻ്റെ വീഡിയോയിൽ. അതായത് ഞാൻ അതായത് ഇവർ ചെയ്തിട്ടുള്ള ഏക വീഡിയോ എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ബാക്കി കംപ്ലീറ്റ് ഷോർട്സ് ആയിരുന്നു. യൂട്യൂബ് അങ്ങനെ ഇങ്ങനെയൊന്നും മോണിറ്റൈസേഷൻ ഷോർട്സ് മാത്രമായിട്ട് കിട്ടില്ല. ഷോർട്സ് ആയിട്ട് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര 1 മില്യനോ 3 മില്യനോ, ഞാൻ മറന്നുപോയി, എത്ര മില്യൺ കണക്കിന് വ്യൂസ് വേണം. അതന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അന്ന് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. അതായത് അന്ന് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ അന്ന് പിന്നെ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കൊച്ചുവിൻ്റെ വീഡിയോയിൽ, കൊച്ചുവിൻ്റെ ചാനൽ ഒരൊറ്റ വീഡിയോ പോലും കൊച്ചു ചെയ്തിരുന്നില്ല. അതായത് ഒരു വീഡിയോ പോലും ഇല്ലാതെ 3 ലക്ഷത്തി ചില്ലാനും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ഓക്കെ, അതിനുശേഷം ഇവൻ എന്താ പറയുക, അതിനുശേഷം എവിടെ കൊച്ചു ഒരു വീഡിയോ കൊണ്ടുവരികയാണ്, ഇവൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ മിനിറ്റ്, ഞാൻ അതൊന്ന് തിരഞ്ഞെടുക്കട്ടെ, സോറി. അതായത് അതിനുശേഷം കൊച്ചു ഒരു വീഡിയോ കൊണ്ടുവരികയാണ്, നോക്കൂ എൻ്റെ ചാനലിൽ ഞാൻ പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് മോണിറ്റൈസ് ചെയ്ത് വെക്കാമായിരുന്നു, ഞാൻ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കൊച്ചു ചെയ്തു. ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ അത് അപ്പം ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ബ്രുട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രോൾ പേജിൽ കണ്ടിട്ടുള്ളത്. ട്രോൾ പേജിൽ അവൻ പറയുന്നുണ്ട്, അതായത് ശരിയാണ്, ഫസ്റ്റ് വീഡിയോക്ക് എങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടുകയെന്ന്. അപ്പോൾ ഇതൊക്കെ എല്ലാം, അതായത് ആ ബ്രുട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രോൾ പേജിൽ പറയുന്നത് ഫോർച്യൂണർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിഗസ്റ്റ് സ്കാം, 2025 കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്കാം ആയിരുന്നു ഇവരുടേതെന്നാണ് ആ ഒരു ട്രോൾ പേജിൽ പറയുന്നത്. എനിക്കറിയില്ല സ്കാം അവരുടെ എന്താ വെച്ചോട്ടെ, ഞാൻ ഇത്ര മനസ്സിലാക്കുള്ളൂ. സ്കാമൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ മിടുക്ക് കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട് അവർ ഫോർച്യൂണറും ഹെലികോപ്റ്ററും ഫ്ലൈറ്റ് വരെ വാങ്ങട്ടെ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറ് നമുക്ക് തോന്നുന്നത്, അതായത് ഞാനൊരു ലിമിറ്റിലേ ചെയ്തിട്ടുള്ളൂ. അവരവരുടെ ഹാർഡ് വർക്കാണ്. ആൾക്കാരെ പറ്റിച്ചു എന്നൊന്നും എനിക്കറിയില്ല, നമുക്കറിയില്ല, അതൊക്കെ അവർക്കല്ലേ അറിയുള്ളൂ അല്ലേ. അത് പറ്റിച്ചു ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ കുടുംബ പ്രശ്നമാണ്. പക്ഷേ ഇതുവരെ ഞാനിങ്ങനെ എപ്പോഴും വിശ്വസിക്കുന്ന കേസ്, ഇതുവരെ നടന്നിട്ടുള്ള സംഗതികളൊന്നും അവരുടെ എനിക്ക് തോന്നുന്നില്ല, സ്ക്രിപ്റ്റാണ് തോന്നുന്നില്ല. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോർച്യൂണർ കൊണ്ടുപോയി കാണിക്കുന്നു, പിന്നെ സ്വകാര്യമായിട്ട് എല്ലാവരും ഉണ്ടെന്ന സംഗതികളൊക്കെ ഓൾറെഡി വീഡിയോ എടുത്തിട്ട് അവർ ഇതിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവർ ചിലപ്പോൾ അവരുടെ ഉപജീവനം അതല്ലേ, അവരെ കൊണ്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് ഇവരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതും കൂടി ക്ലിപ്പ് എടുത്ത് വെച്ചിരുന്നു, ഞാൻ അത് പുറത്തേക്ക് ഇടുന്നില്ല. അതായത് ഇവർ പിന്നെ ഈ പറഞ്ഞ ഫോർച്യൂണർ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രുട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അതെന്നാണ് നമുക്ക് ഇത് പറയാനുള്ളൊരു ധൈര്യമല്ല കേട്ടോ, ഈ പറയാനുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയത്. കാരണം വെച്ചാൽ ഞാൻ അതുവരെ അത് പറയാതിരിക്കുന്നത്, കാരണം എനിക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ, ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. കാരണം വെച്ചാൽ ആ മോണിറ്റൈസേഷൻ്റെ ആസ്പെക്റ്റ് ചില്ലറ കാര്യമല്ല. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം.
ഏട്ടാ അനിയ പറയൂ. കോപ്പിലെ വണ്ടി ഓട്ടിച്ചോടിച്ച് മടുത്ത് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ? അതിനിപ്പോ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഒരു 40-50 ലക്ഷം. ഓ അത്ര ഉള്ളോ? നിൽക്കട്ടെ ഒരു മിനിറ്റ്, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അവനെ ഈ വണ്ടി എടുക്കണം പറഞ്ഞാൽ നമുക്ക് 3 മാസം അടി ഉണ്ടാക്കണ്ടേ? 3 മാസോ? അത് കുഴപ്പമില്ല, നമുക്കെന്നാ തുടങ്ങാം. അച്ഛനോട് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു ഏട്ടാ. അനിയ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്കാമിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ പറയാൻ പോകുന്നത് ബെറ്റിംഗ് കമ്പനിക്കാർ, ട്രേഡിംഗ് കമ്പനിക്കാർ നടത്തുന്ന സ്കാം അല്ല. പൊളിറ്റീഷ്യൻസ് ബ്രിഡ്ജ് കെട്ടുന്ന പറഞ്ഞിട്ട് കെട്ടാണ്ടിരുന്ന സ്കാമും അല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഫാമിലി വ്ളോഗറുടെ സ്കാമിനെ പറ്റിയിട്ടാണ്. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് 2025. നമ്മൾ എത്രയോ ആക്ടേഴ്സിന്റെ ഫാമിലി കണ്ടിട്ടുണ്ട്, പക്ഷേ ഫാമിലി ഫുൾ ആക്ടേഴ്സ് ആവുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. 2025 യൂട്യൂബിന്റെ ട്രെൻഡിംഗ് പേജിൽ പ്രഗ്നൻസി വീഡിയോ, ഡെലിവറി വീഡിയോ ഒക്കെ വരുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും. ഞാൻ ഓൾറെഡി ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റി 2 റോസ്റ്റ് വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോസിലൊക്കെ ഞാൻ ലേബർ റൂം വ്ളോഗും പ്രഗ്നൻസി വ്ളോഗൊക്കെ ചെയ്തത് ഞാൻ റോസ്റ്റ് ചെയ്തത്. ബട്ട് എനിക്കിപ്പോ വിശ്വാസമുണ്ട് ഗൈസ്, അവർ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് നൈറ്റ് വ്ളോഗാണ്. ഫസ്റ്റ് നൈറ്റ് കുളമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നൈറ്റ് വ്ളോഗ് എടുത്ത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി നിനക്ക് നാണമുണ്ട്. We are divorced or not? ഞങ്ങളോട് ചോദിക്കണ എന്തിനാ? ഡിവോഴ്സ് ഒന്നും ആയിട്ടുണ്ടാവില്ല, അവൻ നിന്റെ അടുത്ത് പ്രാങ്ക് ചെയ്തിരിക്കും. ഹസ്ബൻഡ് റിയാക്ഷൻ ടു മൈ പ്രഗ്നൻസി. ഓ സീൻ. ഇനി 1 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവരുടെ വീട്ടിൽ ഒരു ഫോർച്യൂണർ ഉണ്ടാകും ഗൈസ്. വ്ളോഗേഴ്സിന്റെ പൈതോറസ് ഫോർമുല എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗ്രോത്ത് ഓഫ് ദ ചൈൽഡ്. ഇനി മുതൽ 1-ാം മാസം വ്ളോഗ്, 2-ാം മാസം വ്ളോഗ്, അങ്ങനെ 10-ാം ക്ലാസ് വരെയുള്ള വ്ളോഗും, ലേബർ റൂം വ്ളോഗ്, ഡെലിവറി വ്ളോഗും, എന്തോരം കണ്ടന്റാ. ഒരു വ്ളോഗറിന്റെ ഫാമിലിയിൽ ഭാര്യ പ്രസവിക്കുമ്പോൾ ഫുള്ളി ചാർജ് ചെയ്തിട്ടുള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് ഭർത്താവ് ഫസ്റ്റ് ഇംപ്രഷൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. വ്ളോഗേഴ്സിന്റെ ബിസിനസ് മോഡൽ സക്സസ് ആവുന്നത് അവരുടെ കണ്ടന്റിൽ കുട്ടികളെ മിക്സ് ചെയ്യുമ്പോഴാണ്. കുട്ടികളെ കാണിച്ചില്ലെങ്കിൽ ഇവർ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇന്ത്യയിൽ തന്നെ നടക്കത്തുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം, ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ബ്രോ. പിന്നെ യൂട്യൂബിന്റെ സെർവർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. എല്ലാ യൂട്യൂബറും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. ഞാൻ എന്നാ വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും ഞാൻ ഒരു പ്രശ്നം പറയട്ടെ, എന്റെ ആ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടി ഞാൻ ഇന്ന് 10ന്റെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ഞാൻ സൈഡിൽ വെക്കാം. അത് ഇനി ആര് വന്ന് എന്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കത്തില്ല. കാരണം എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എടാ ചെറുക്ക, ഞങ്ങൾ എന്താ പൊട്ടന്മാരാണോ? അതായത് നീ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് വീഡിയോ ആണ് അത്. ഒരു യൂട്യൂബറിന് ഇട്ട ഫസ്റ്റ് വീഡിയോന് പൈസ കിട്ടത്തില്ല. ചാനൽ തുടങ്ങി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച എടുക്കാതെ അപ്രൂവ്. മോണിറ്റൈസേഷൻ കിട്ടാത്തതാണ്, അല്ലാണ്ട് നീ ഓഫ് ആക്കിയിട്ടല്ലോ. എന്തോ വലിയ ഓഫ് ആക്കിയിട്ട പോലെയാണ് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ അത് എത്രത്തോളം കണ്ടന്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് കണ്ടന്റ് ആക്കി പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കായിരുന്നു, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ ഞാനത് എനിക്ക് എന്റെ ആവശ്യമില്ല, എനിക്ക് അങ്ങനത്തെ കാശ് എനിക്ക് വേണ്ട. മോനെ പിന്നെ നീ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് മോനെ ഏട്ടനുമായിട്ട് അടി ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്ന ഒട്ടുമിക്ക ആളുകളുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കലാണ്. ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ ബാക്കി പറയുന്നത് ലൈക്ക് ഇതിന് ശേഷം ഒരു പരസ്യം വരും എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു പരസ്യമാണ് ഈ ബ്രുട്ടോ എന്ന് പറഞ്ഞ ചാനൽ കാണിക്കുന്നത്. ശരിയാണ്, പൈസ ആരും യൂട്യൂബ് ചാനൽ ചാരിറ്റിക്ക് നടത്തുന്നില്ല. ഇനി കമ്മിങ് ബാക്ക് ടു ഇത് ഈ കൊച്ചുവിൻ്റെ സംഭവം. ഈ ഒരു കാര്യം കൊച്ചു ഈ വീഡിയോ കാണുമോ എന്നുള്ള അറിയില്ല. എൻ്റെ അന്നത്തെ സംശയമായിരുന്നു. നമുക്ക് കോൺടാക്ട് ചെയ്യാൻ മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് പിന്നെ ഞാനതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യണ്ട എന്നുള്ള കണ്ടീഷൻ നമ്മുടെ. കാരണം വെച്ചാൽ നമ്മൾ ആരുടെയും പ്രശ്നങ്ങളിൽ നിന്ന് കുത്തിച്ചരിഞ്ഞ് പൈസ ഉണ്ടാക്കാൻ നടക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അല്ലാതെ തന്നെ കോണ്ടന്റ് ഇഷ്ടംപോലുണ്ട്. അപ്പോൾ കൊച്ചു ഈ വീഡിയോ കാണുമെന്നറിയില്ല. കൊച്ചിനോട് ചെറിയ ചോദ്യം ചോദിക്കട്ടെ. കൊച്ചു, ഞാൻ അന്നും ചിന്തിച്ചിരുന്നു ഈ ഒരു കാര്യം. ഇപ്പോൾ ഇയാൾ പറഞ്ഞ സ്ഥിതിക്കാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ഒന്ന് തുറന്ന് പറയാനുള്ളൊരു സിറ്റുവേഷനിൽ എനിക്കായത്. തുറന്ന് 4 ആളുടെ മുന്നിൽ സംസാരിക്കും. കാരണം അത്യാവശ്യം അധികം സൈബർ ബുള്ളിങ് ഇതിൽ ഇവർക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഭയങ്കര തെറിവിളി കേൾക്കണം. വെച്ചാൽ അത്രയധികം ഫാൻ പേജസ് ഉണ്ട്. ഞാൻ ഇവരിങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതിൽ കൊച്ചു പറയുന്നുണ്ട്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയോ ചേർണിങ് ചെയ്യാമായിരുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. ഈ ബ്രുട്ടോ എന്നിട്ടുള്ള ആ ചാനലിനോട് ഇത്ര പറയാനുള്ളൂ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കാമായിരുന്നു, കുറേ കൂടുതലായിട്ട് ഉണ്ടാക്കാമായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ ചാനൽ കാണുന്നവർക്കറിയാം, അവർക്ക് പോസിറ്റിവിറ്റി മതി, അവർക്ക് നെഗറ്റിവിറ്റിയുടെ ആവശ്യമില്ല, പോസിറ്റിവിറ്റി മാത്രം മതി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ കൊച്ചു പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബ്രുട്ടോ ആണെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടാണെങ്കിലും ഒരു വാലിഡ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോക്ക് യൂട്യൂബിൽ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അതായത് ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നു, അതിൽ നിന്ന് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറും. സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഉണ്ട്. വാച്ച് അവർ കയറി കഴിഞ്ഞു, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. പിന്നെ ഞാൻ എൻ്റെ പ്രോസസ്സ് പ്രകാരം ഞാൻ യൂട്യൂബിനോട് ഇത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണം. കുറച്ച് സമയത്തുണ്ട് പിന്നെ വരും. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 15 മുതൽ 20 ദിവസം, ഒരു മാസം വരെയൊക്കെ ഇതിന് സമയം വരും. ഈ ഒരു മാസത്തിലിടയ്ക്ക് അവർക്ക് ആ അപ്ലോഡ് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷനും വന്നു, ഒഴിവാക്കേണ്ട സിറ്റുവേഷനും വന്നു. അതാണ് ഞാൻ എൻ്റെ ക്ലിപ്പിൽ ആദ്യം കാണിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഇത് കൊച്ചു ഇതിൽ പറയാൻ കാരണം എന്നുള്ളത് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന കൊച്ചു വീഡിയോ കാണുമെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കണം, നിങ്ങളെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ അതിൽ നിന്ന് മോണിറ്റൈസേഷൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചാനൽ അന്ന് മോണിറ്റൈസ് ആയിരുന്നോ?
സ്വാഭാവികമായിട്ടും നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ മാത്രം ചെറിയൊരു ക്ലാരിറ്റി കുറവാണ്. തെറ്റെന്ന് ഞാൻ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് മുന്നേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ ജസ്റ്റ് എൻ്റെ ഒരു ചോദ്യം നിർത്തിയിട്ട് പറയണമെന്ന് ഞാൻ പറയണില്ല, പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അതുകൊടുത്ത് റിയാക്ട് ചെയ്യാൻ തയ്യാറാണ്. നമ്മളിത്രേ പറയുന്നുള്ളൂ. അതായത് നിങ്ങളുടെ ആ വീഡിയോ, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ, ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരുന്നോ, എന്നിട്ട് കൂടിയാണോ നിങ്ങൾ ആ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തത്. അതല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാത്തൊരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്തായാലും കിട്ടില്ല, നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്തും പോയി, എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ കണ്ണിൽ പൊടിയിടാതെ, അല്ലെങ്കിൽ ആൾക്കാർ പൊടിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാമായിരുന്നു, ഞാനത് ഓൺ ചെയ്യാതെ കണ്ടില്ലേ, അങ്ങനെ ഞാനൊരു നന്മമരമാണ് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലാണോ എന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ ദയവ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എനിക്ക് ചെറിയ സംശയമാണ്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുമെന്നുള്ള അറിയില്ല. നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ ഷെയർ പോവും, കൂടുതൽ വ്യൂസ് വരും, ഒരുപക്ഷെ ചിലപ്പോൾ അവരിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒരു സംശയമാണ്. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. ഇനി ഇങ്ങനെയൊക്കെ കാണിച്ചു സ്കാം എന്ന വാക്കൊന്നും ഞാൻ പറയില്ല. സ്കാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ വാക്കുകളാണ്, അതൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പണ്ടത്തെ അവരുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ജെന്യുവൻ ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് എന്താ പറയുക, ഇതിൽ നിന്ന് അത് അവരുടെ ഹാർഡ് വർക്കാണ്. ഇനി അവരോട് ഞാൻ പറഞ്ഞില്ലേ, അവർ ഫോർച്യൂണർ അല്ല ഹെലികോപ്റ്റർ വാങ്ങിക്കോട്ടെ അവർ. അത് വെറുതെ ഒന്നല്ലല്ലോ, ഇല്ലീഗലായിട്ട് ഒരു പരിപാടി അവർ ചെയ്യുന്നില്ല. ഇല്ലീഗലായിട്ടല്ല അവർ ഫോർച്യൂണറാണ് ഹെലികോപ്റ്റർ വാങ്ങുന്നത്. അതിലൊന്നും ആരും കുരുപൊട്ടലായിട്ട് ഇതൊന്നും നല്ല കാര്യമായിട്ടല്ല, നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ. ഇത് മാത്രം എൻ്റെ ഒരു സംശയമാണ്, ഈ സംശയം മാത്രം. പിന്നെ അടുത്തത് ഇനി ദീപ്തി സീതത്തോടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എന്തായാലും ചെയ്യും. കാരണം വെച്ചാൽ അവരെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒറ്റ ഡയലോഗ് അടിച്ച്, അതായത് നന്മ പറഞ്ഞാൽ ഞങ്ങൾ അനുഗ്രഹം കിട്ടും, അതുകൊണ്ട് ആ അരിമണിയുടെ കൂടെ അനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞതേ, ദോസ് ആർ ബിഗ് വേർഡ്സ്. സീരിയസ്ലി അത് ഞാൻ എന്തായാലും ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വൈകുന്നേരം സമയമില്ലാത്തതുകൊണ്ട് ചെയ്യും. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളൂ, നമുക്ക് ആരൊന്നുമില്ല, അവരൊക്കെ നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.